ഹായ് ഓൾ. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് എന്ത് സന്ദേശമാണ് തരുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യത്തെ കാർഡ് സ്റ്റേ കണക്റ്റഡ് വിത്തിൻ എന്നാണ്. ഫസ്റ്റ് കാർഡ് തന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യൂ എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈനുമായിട്ട് കണക്റ്റ് ആവൂ. അതിനായിട്ട് നിങ്ങൾ ശാന്തവും സമാധാനമായിട്ട് ഇരുന്ന് ഒന്ന് കണ്ണടയ്ക്കൂ. മനസ്സൊന്ന് ശാന്തമാക്കിയതിന് ശേഷം ഒരു ചിന്തകളും മനസ്സിൽ കൊണ്ടുവരാതെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കൂ. ഒരു ചിന്തകളും നിങ്ങളുടെ മനസ്സിനെ അലട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യനുമുള്ള ആൻസർ കിട്ടുന്നതാണ്. ആദ്യമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരല്പം പ്രയാസമായിരിക്കും. പതിയെ പതിയെ സമയം കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. നിങ്ങൾ ആദ്യം ദീർഘമായി ശ്വാസം എടുത്തതിന് ശേഷം സാവകാശം വായിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു 6 തവണ ചെയ്തതിന് ശേഷം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 6 തവണ ചെയ്യുമ്പോഴേക്കും തന്നെ മൈൻഡ് നന്നായിട്ട് കാമാവും കേട്ടോ. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള നല്ലൊരു ഒരു മാനസിക സ്ഥിതി നമുക്ക് കൈവരും കേട്ടോ. നെക്സ്റ്റ് ടൈം ടു മൂവ് ഓൺ ആണ്. നിങ്ങളുടെ നിയോഗം എന്താണോ അതിലോട്ട് ഫോക്കസ് ചെയ്യൂ എന്നാണ് അത് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതിന് ഫോളോ ചെയ്യൂ. നിങ്ങൾ ഇത് കേൾക്കുന്നവരെല്ലാവരും തന്നെ അവരവരുടെ നിയോഗം അറിയാവുന്നവരാണ്. അതിലേക്ക് പൂർണ്ണമായി നിങ്ങളെ സമർപ്പിക്കുവാനാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മടുപ്പില്ലാതെയും നിർത്താതെയും ഡൗട്ട് ചെയ്യാതെയും പാസ്റ്റിലെ കാര്യങ്ങൾ എടുത്തിടാതെയും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ ഈ ആക്ഷൻ നിങ്ങളുടെ വലിയ മാറ്റം തന്നെ കൊണ്ടുവരും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായിട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ജേർണിയിൽ എന്ത് സഹായമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത്, എവിടെയാണോ കൺഫ്യൂഷൻ വരുന്നത്, ഉറപ്പായും ഭഗവാനോട് ചോദിക്കുക. നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ ഭഗവാൻ തന്നെ തരുന്നതാണ് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ സോള് അത്രയേറെ പുണ്യം ചെയ്തൊരു സോളാണ്. ജന്മാന്തരങ്ങളായിട്ട് നിങ്ങൾ ഭഗവാന്റെ ഭക്തരാണ്. അദ്ദേഹം നിങ്ങളെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഹൃദയം വളരെ പരിശുദ്ധമാണ്. അത് ഭഗവാന് നന്നായിട്ട് അറിയാം, മനസ്സിലാകുന്നുണ്ട്. മനമുരുകി വിളിക്കുന്ന നിങ്ങളുടെ ഓരോ വിളിയും ഭഗവാൻ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഹൃദയശുദ്ധിയും ആത്മാർത്ഥതയും പ്രശംസാർഹമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ. അതിൽ ഭഗവാന് പൂർണ്ണ തൃപ്തിയും വാത്സല്യവും നിങ്ങളിൽ ചൊരിയുന്നുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ശുദ്ധവും നിർമ്മലവുമായ നിങ്ങളുടെ ഈ സോള് തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഈ അകമഴിഞ്ഞ ഭക്തിക്കും സമർപ്പണത്തിനും ഭഗവാൻ അത്യധികം നിങ്ങളിൽ പ്രീതിപ്പെട്ടിരിക്കുന്നു. ഉറപ്പായും നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്താണോ അത് ഉടനെ തന്നെ ഭഗവാൻ തരും എന്നാണ് ഭഗവാനിയുടെ തരുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.